നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. The idea of development or progress has always been with us. We have aspirations, our desires about what we would like to do or how we would like to live. Similarly, we have ideas about what a country should be like. അപ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള ഐഡിയ നമുക്കെല്ലാവർക്കും ഉണ്ട്. കാരണം നമ്മൾക്ക് ചില ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഓരോ ഇഷ്ടങ്ങൾ കാണും, എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അതുപോലെ ഒരു രാജ്യം എങ്ങനെ ആയിരിക്കണം എന്നുള്ള ആശയങ്ങൾ നമ്മുടെ ഉള്ളിൽ കാണും. What are the essential things that we require? Can life be better or for all? How should people live together? Can there be more equality? അപ്പോൾ എന്തൊക്കെയായിരിക്കും ചോദ്യങ്ങൾ? എന്തൊക്കെ എസെൻഷ്യൽ തിങ്സ് ആണ് നമുക്ക് ജീവിക്കാൻ ആവശ്യം? എല്ലാവർക്കും ഒരു ബെറ്ററായ ഒരു ലൈഫ് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇത്രയും ജനങ്ങൾ എങ്ങനെയാണ് കൂടിച്ചേർന്ന് ജീവിക്കുക? അല്ലെങ്കിൽ എല്ലാവർക്കും ഇക്വാലിറ്റി കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക. Development involves thinking about these questions and about the ways in which we can work towards achieving these goals. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനുകളെ കുറിച്ച് ചിന്തിക്കുന്നത്, അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യനുകളുടെ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ രക്ഷപ്പെടുന്ന ഉത്തരം എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതുമാണ്. This is a complex task, and in this chapter we shall make a beginning and at understanding development. അപ്പോൾ ഇതൊരു കോംപ്ലക്സ് ടാസ്ക്കാണ്, സിമ്പിളായ ഒരു കാര്യമാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. യു വിൽ ലേൺ മോർ അബൌട്ട് ദീസ് ഇഷ്യൂസ് ഇൻ ഗ്രേറ്റർ ഡെപ്ത് ഇൻ ഹയർ ക്ലാസ്സസ്. ഓൾസോ യു വിൽ ഫൈൻഡ് ദ ആൻസർ ടു many of these questions not just in economics but also in your course in history and political science. അപ്പോൾ ഇത് ഒരുപാട് കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവിയിലേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഇത് എക്കണോമിക്സ് ആയതുകൊണ്ട് എക്കണോമിക്സ് എന്ന് മാത്രമല്ല, നമുക്ക് ഹിസ്റ്ററി എന്നും പൊളിറ്റിക്കൽ സയൻസ് എന്നും ഒക്കെ ഇതിനെ പഠിക്കാനുണ്ട്. ദിസ് ഈസ് ബിക്കോസ് ദ വേ വി ലിവ് ടുഡേ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പാസ്റ്റ്. കാരണം നമ്മൾ ഹിസ്റ്ററി എന്ന് പഠിക്കാനുണ്ടെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ ഇന്ന് ജീവിക്കുന്നത് എങ്ങനെയാണോ അത് പണ്ട് ഉണ്ടായിരുന്നതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് പ്രകാരമാണ്. വി കാൻ ഡിസയർ ഫോർ ചേഞ്ചസ് വിത്തൗട്ട് ബീങ് അവെയർ ഓഫ് ദിസ്. ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ നമുക്ക് മാറ്റങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാൻ പറ്റത്തില്ല. ഇൻ ദ സെയിം വേ it is only through a democratic political process that these hopes and possibilities can be achieved in real life. അപ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ജനാധിപത്യ ഇലക്ഷൻ വ്യവസ്ഥയിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. വാട്ട് ഡെവലപ്മെൻറ്റ് പ്രോമിസസ് ഡിഫറെൻറ്റ് പീപ്പിൾ ഡിഫറെൻറ്റ് ഗോൾസ്. അപ്പോൾ ഓരോ കാറ്റഗറിയിൽപ്പെട്ടവർക്കും ഓരോ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് അതിൻ്റെ ആൻസർ ഒന്ന് കണ്ടെത്തി വയ്ക്കുക. Having filled table 1.1, let us now examine it. Do all these persons have the same notion of development or progress? അപ്പോൾ ഇവിടെ ഒരുപാട് പേരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എന്താണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അവരുടേതായ ഫീൽഡിൽ വരേണ്ട മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലൂടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പലർക്കും വ്യത്യാസപ്പെട്ടിരിക്കും. Most likely not. Each one of them seeks different things. They seek things that are most important for them. അപ്പോൾ എന്താണ് ഓരോരുത്തരും അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളായിരിക്കും ആഗ്രഹിക്കുക. ദാറ്റ് വിച്ച് can fulfill their aspiration or desire. ഈ അവരുടെ ആവശ്യങ്ങൾ പ്രകാരം അവരുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ സഫലീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും അവർ ആഗ്രഹിക്കുക. In fact, at times, two person or groups of person may seek things which are conflicting. A girl expects as much freedom and opportunity as her brother, but that he also share in the household work. Her brother may not like this. Similarly, to get more electricity, industrialists may want more dams, but this may submerge the land and disrupt the lives of the people who are displaced, such as tribals. They might resent this and may prefer small check dams or tanks to irritate their land. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു ഫാമിലിയിൽ തന്നെ ഒരു ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ സിസ്റ്ററിൻ്റെ ആവശ്യം എന്തായിരിക്കും? കൂടുതൽ ഫ്രീഡവും അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിയും, ബ്രദറിനെ കണ്ടെങ്കിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടുക, അതുപോലെ തന്നെ വീട്ടിലെ ജോലികളൊക്കെ ബ്രദറുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ ബ്രദറിന് അത് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ കാര്യം, അപ്പോൾ ഇൻഡസ്ട്രിയലിസ്റ്റ് വിചാരിക്കും ഇലക്ട്രിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ വർക്കിങ്ങിന് വേണ്ടി ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് വേണം, ഒരുപാട് ഡാംസ് ഒക്കെ പണിയണമെന്ന് ഇൻഡസ്ട്രിയൽ വിചാരിക്കും. പക്ഷേ അവിടുത്തെ സാധാരണ ട്രൈബൽസിന് അല്ലെങ്കിൽ അവിടുത്തെ സാധാരണ ലോക്കൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ നാട് വിട്ട് പോകുന്നതും അതുപോലെ തന്നെ അവിടെ ഒരു ഡാം വരുന്നതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവരെ പ്രിഫർ ചെയ്യാൻ എന്തായിരിക്കും, ചെറിയ ചിക്ക് ഡാംസും ടാങ്ക്സും ഒക്കെ ആയിരിക്കും. അവരുടെ ലാൻഡ് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ട ആവശ്യമായിരിക്കും അവരുടെ ലക്ഷ്യം.
അപ്പോൾ ഇതുപോലെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായി തോന്നിക്കൊണ്ടേയിരിക്കും. സോ 2 things are quite clear. One different person can have different development goals, and 2, one may be development for one may not be development for the other. It may even be destructive for each other, for the other, because ഇപ്പോൾ നമ്മൾ രണ്ട് കാര്യം നമുക്ക് മനസ്സിലായി. എന്താണ്, പലതരത്തിലുള്ള ആൾക്കാർക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പലതരത്തിലായിരിക്കും. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഡെവലപ്മെൻ്റ് ആയിട്ട് തോന്നുന്ന മറ്റേ ആൾക്ക് ഡെവലപ്മെൻ്റ് ആയിട്ട് തോന്നണമെന്നില്ല. ചിലപ്പോൾ ഒരാൾക്ക് ഡെവലപ്മെൻ്റ് ആയിട്ട് തോന്നും, മറ്റേ ആൾക്ക് ചിലപ്പോൾ ദോഷമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ തീർത്തും സപ്പോർട്ട് ചെയ്യാത്ത കാര്യമായിരിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Income and other goals. If you go over table 1.1 again, you will notice one common thing: what people desire and regular work, better wages and decent prices for their crops or other products that they produce. ഇപ്പോൾ നമ്മൾ ടേബിൾ 1.1 ഫില്ല് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പക്ഷേ പലരുടെ ആവശ്യങ്ങൾ പലതാണെങ്കിലും ഒരു കോമൺ തിങ് അവിടെ കാണാം. അവർ ആവശ്യപ്പെടുന്നത് എന്താണ്? അവരുടെ റെഗുലർ വർക്ക് കിട്ടണം, അല്ലെങ്കിൽ അവരുടെ ഡിസയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി റെഗുലർ വർക്ക് കിട്ടണം, ബെറ്റർ വേജസ് കിട്ടണം, അല്ലെങ്കിൽ ഡീസൻറ്റ് പ്രൈസ് കിട്ടണം. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവരുടെ ആവശ്യം. ഇൻ അതർ വേർഡ്സ്, ദേ വാണ്ട് മോർ ഇൻകം. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് കൂടുതൽ സാമ്പത്തികം വേണം. ബിസൈഡ്സ് സീക്കിംഗ് മോർ ഇൻകം, one way or the other, people also seek things like equal treatment, freedom, security and respect of others. അപ്പോൾ കൂടുതൽ ഇൻകത്തിന് പുറമെ അവർ ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഈക്വൽ ട്രീറ്റ്മെൻറ്റും ഫ്രീഡവും സെക്യൂരിറ്റിയും റെസ്പെക്റ്റും എല്ലാം അവർ ആവശ്യപ്പെടുന്നുണ്ട്. റെസൻ ഡിസ്ക്രിമിനേഷൻ, all these are important goals. In fact, in some cases these may be more important than more income or more consumption, because material goods are not all that you need to live. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ഗോൾസ് തന്നെയാണ്. പക്ഷേ ഇതിന് ചില കേസുകളിൽ എന്താണ്, ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമുണ്ട്. ഇൻകവും ത്തേക്കാരൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുണ്ട്. മണി ഓർ മെറ്റീരിയൽ തിങ്സ് ദാറ്റ് വൺ ക്യാൻ ബൈ വിത്ത് ഇറ്റ് ഇൻ വൺ ഫാക്ടർ ഓൺ വിച്ച് അവർ ലൈഫ് ഡിപ്പെൻഡ്സ്. ഇപ്പോൾ പൈസ അല്ലെങ്കിൽ പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. ബട്ട് ദ ഇക്വാലിറ്റി ഓഫ് അവർ ലൈഫ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ നോൺ മെറ്റീരിയൽ തിങ്സ് മെൻഷൻഡ് അബവ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഈ പണം കൊണ്ട് മാത്രമല്ല, വേറെ കുറേ കാര്യങ്ങളും ഉണ്ട്. If it is not obvious to you, then just think of your role of your friend. Think of the role of your friend in your life. You may desire their friendship. Similarly, there are many things that are not easily measured, but they mean a lot to our lives. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ അതിൽ സംശയമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം അത് പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അതിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ട്. ദേ ആർ ഓഫൺ ഇഗ്നോർ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യപ്പെടുകയാണ്. നമ്മൾ മിക്കപ്പോഴും ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു മെറ്റീരിയലിസ്റ്റിക് അല്ലെങ്കിൽ മണി കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യാറുള്ളൂ. However, it will be wrong to conclude that what cannot be measured is not important. അപ്പോൾ മെഷർ ചെയ്യാൻ പറ്റാത്തതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്ന കാര്യം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് ചിലപ്പോൾ പരിപൂർണമായിട്ട് തെറ്റാണെന്ന് നമുക്ക് പറയാം. Consider another example. If you get a job in a far off place, before accepting it, you try to consider many factors apart from income, such as facilities for your family, working atmosphere, or opportunity to learn. In another case, a job give you less pay, but many offer regular employment that enhance your sense of security. Another job, however, may offer high pay but not job security, and also leave no time for your family. This will reduce your sense of security and freedom. ഇപ്പോൾ ഞാൻ 2 എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് 2 ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണ്. ആദ്യത്തേതിൽ ചെറിയ ഇൻകമാണ്, കമ്പാരിറ്റീവ്ലി ചെറിയ ഇൻകമാണ്, പക്ഷേ നല്ല ജോബ് സെക്യൂരിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അത് വിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ കൂടുതൽ സമയം നമുക്ക് കിട്ടും. രണ്ടാമത്തെ ഇതെന്ന് വെച്ചാൽ നല്ല സാലറി കിട്ടും, പകരം ജോബ് സെക്യൂരിറ്റി ഉണ്ടാകത്തില്ല. എപ്പോഴും പിരിച്ചു വിടാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കും. ഫാമിലിയോട് സ്പെൻഡ് ചെയ്യാൻ ടൈമൊന്നും ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു ഭാഗങ്ങളിലും ആദ്യത്തെ ജോബിലേക്ക് പ്രിഫർ ചെയ്യും. കാരണം എന്താണ്, അത് നമ്മുടെ രണ്ടാമത്തെ ജോബ് എന്ത് ചെയ്യും, നമ്മുടെ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഫ്രീഡത്തെ റിഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മറ്റേതിലേക്ക് പോകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം, മെറ്റീരിയലിസം അല്ലെങ്കിൽ മണി മാറ്റേഴ്സ് മാത്രമല്ല എല്ലായ്പ്പോഴും. സിമിലർലി ഫോർ ഡെവലപ്മെൻറ്റ് പീപ്പിൾ ലുക്ക് അറ്റ് എ മിക്സ് ഓഫ് ഗോൾസ്. അപ്പോൾ അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലും ജനങ്ങൾ ഒരുപാട് കാര്യങ്ങളുടെ മിക്സ്ചറാണ് ചിന്തിക്കുന്നത്. It is true that if women are engaged in paid work, their dignity in the household and society increases.
ഇപ്പോൾ ഒരു വിമൻ ഒരു പെയ്ഡ് വർക്കിൽ ഏർപ്പെടുകയാണ്, ഡിഗ്നിറ്റിയും അവരുടെ സൊസൈറ്റിയിലുള്ള മൂല്യങ്ങളും ഒക്കെ ഇൻക്രീസ് ചെയ്യപ്പെടും. However, it is also the case that if there is respect for women, there would be more sharing of housework and greater acceptance for women working outside. അപ്പോൾ അതുപോലെ തന്നെ ഒരു ജോബ് കിട്ടുകയാണെങ്കിൽ വുമനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൗസ് വർക്ക് ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ കൂടുതൽ അക്സെപ്റ്റൻസ് അവർക്ക് കിട്ടുകയും ചെയ്യും. എ സേഫ് ആൻഡ് സെക്യൂർ എൻവയോൺമെൻറ്റ് may allow more women to take up a variety of jobs or run a business. അപ്പോൾ ഒരു സേഫ് സെക്യൂർ എൻവയോൺമെൻറ്റ് അവർക്ക് എന്ത് ചെയ്യും, ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും, വെറൈറ്റി ഓഫ് ജോബ്സ് ഏറ്റെടുക്കാനും അതുപോലെ തന്നെ ബിസിനസ് റൺ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. ഹെൻസ് ദ ഡെവലപ്മെൻറ്റൽ ഗോൾസ് ദാറ്റ് പീപ്പിൾ ഹാവ് ആർ നോട്ട് ഓൺലി അബൌട്ട് ബെറ്റർ ഇൻകം ബട്ട് ഓൾസോ അതർ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ ലൈഫ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, ഇതിനുള്ള ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത് എപ്പോഴും ബെറ്റർ ഇൻകത്തെ സംബന്ധിക്കുന്നത് മാത്രമല്ല, അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ബാക്കി കാര്യങ്ങളും ഉണ്ട്. നാഷണൽ ഡെവലപ്മെൻറ്റ്. If, as we have seen above, individuals seek different goals, then their notion of national development is also likely to be different. Discuss among yourself on what India should do for development. അപ്പോൾ നമ്മുടെ നാഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലെടുത്താൽ ഇതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് ഒരു ഒപ്പീനിയൻ ഡിഫറൻസ് കാരണം ഈ നാഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് പല ഒപ്പീനിയൻ വരുന്നതായിട്ട് കാണാം. Most likely you would find that different students in the class have given different answers to the question. In fact, you might yourself think of many different answers and not be too sure of any of this. It is very important to keep in mind different peoples could have different as well as conflicting notion of a country's development. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ക്ലാസ്സിലെ ഡിഫറെൻറ്റ് സ്റ്റുഡൻസും ഒരു ഡിഫറെൻറ്റ് ആൻസേഴ്സ് ആയിരിക്കും ഇതിനെപ്പറ്റി തരിക. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ഡിഫറെൻറ്റ് പേഴ്സൺസ് കുഡ് ഹാവ് ഡിഫറെൻറ്റ് ആസ് വെൽ ആസ് കോൺഫ്ലിക്റ്റിംഗ് നോഷൻസ് ഇൻ ദ കൺട്രി ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഒരു കൺട്രിയുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പലവർക്കും പല രീതിയിലുള്ള ഒപ്പീനിയൻസ്, ചിലപ്പോൾ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള, ചിലപ്പോൾ പരസ്പരമായിട്ട് എതിർത്ത് നിൽക്കുന്ന ഒപ്പീനിയൻസ് ഒക്കെ കാണും. However, can all the ideas be considered equally important? ഇപ്പോൾ ഇതെല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മുടെ എൻവയോൺമെൻറ്റ് കുറച്ചുകൂടെ പൊല്യൂഷൻ ഫ്രീ ആക്കണമെന്നൊരാൾ പറയുകയാണ്, മറ്റേ ആൾ പറയുകയാണ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ബിൽഡിങ്സ് ഒക്കെ ഒരുപാട് വരണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് രണ്ടും മിക്കപ്പോഴും കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് തോന്നും. നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ഡെവലപ്മെൻറ്റ് അല്ലല്ലോ, അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ബിൽഡിങ് അങ്ങനെ സംഭവങ്ങളല്ലല്ലോ നടക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് തോന്നും അങ്ങനെയുള്ള ആർഗ്യുമെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ. ഓർ ഇഫ് ദർ ആർ കോൺഫ്ലിക്റ്റ്, ഹൗ ഡസ് വൺ ഡിസൈഡ് what does be a fair or just path for all? We also have to think whether there is a better way of doing things. Would the idea benefits a large number of people or only a small group? National development means thinking about these questions. അപ്പോൾ ഒരുപാട് ചിന്തിക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരം കൊടുത്താൽ മാത്രമേ നമുക്ക് നാഷണൽ ഡെവലപ്മെൻറ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നോക്കുന്നത്. ബാക്കി സെക്കൻഡ് പാർട്ടിലേക്ക് വെച്ചിരിക്കുകയാണ്.